അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മൾ മാസങ്ങൾക്ക് മുൻപ് ഒരു മത്സരം നടത്തിയിരുന്നു, മൊഹീദ്ദീൻമാരെ ആലാപന മത്സരം. ആ ആലാപന മത്സരത്തിൽ ഒരുപാട് പേര് സന്തോഷത്തോടു കൂടി പങ്കെടുത്തു. ഇന്ന് അതിൻ്റെ ഫലപ്രഖ്യാപനമാണ്. ആരാണ് അതിലെ വിജയി എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇന്നറിയാം. കുറച്ച് വൈകിപ്പോയി, അത് നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നമ്മളിപ്പോൾ പറയുമെന്ന് പറഞ്ഞിട്ട് പല കാരണങ്ങളാൽ വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഒരു വിജയം പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് എന്താ വെച്ചാൽ നമ്മളൊരു യുവാവിന് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു കാര്യമാണ്. ഫുജൈറയിൽ വെച്ചിട്ട് വടകര സ്വദേശിയായ അൻസാർ എന്നുള്ള പേരുള്ള 28 വയസ്സുള്ള യുവാവിൻ്റെ ഒരു മരണം. അപ്പോൾ സ്വന്തം വണ്ടിയിൽ ഹീറ്റർ ഓൺ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയതാണത്രേ. ഉറങ്ങിയിട്ട് ഹീറ്ററിൽ കാർബൺ മോണോക്സൈഡ് വരുമല്ലോ. ഇപ്പോൾ ഈ എ സിയിലും ഇതിലൊക്കെ അങ്ങനെയാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഇതെന്താണ് ഭയങ്കര തണുപ്പുള്ള സമയത്ത്, ഇപ്പോൾ ഗൾഫിലൊക്കെ ഭയങ്കര തണുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അവൻ ഈ ഹീറ്റർ ഓൺ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഇതിൽ നിന്ന് പിന്നെ വന്നത് കാർബൺ മോണോക്സൈഡാണ്. ആ ഒരു വിഷവാതകം ശ്വസിച്ചിട്ട് ഈ ഒരു വടകരയിലുള്ള അൻസാർ എന്നുള്ള 28കാരൻ പൊടുന്നനെ മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും പ്രവാസികളുണ്ട്. ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ പ്രവാസിയുണ്ട്, ജ്യേഷ്ഠൻ പ്രവാസിയാണ്, അനിയൻ പ്രവാസിയാണ്. ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട പലരും പ്രവാസിയാണ്. അപ്പോൾ ഈ ഒരു മരണം കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. സുന്ദരമായിട്ട് നമ്മൾ ആ ഒരു തണുപ്പിൽ നിന്ന് മാറി ചെറിയ ഹീറ്റർ വെച്ച് കിടന്നുറങ്ങിയതാണ് മരണക്കാരനായിട്ട് മാറിയത്. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു വടകരയിലുള്ള അൻസാറിന് അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ കൂടുതൽ വിവരങ്ങൾ അത് മയ്യത്ത് കൊടുക്കുന്നോ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ, ഒന്ന് കമൻറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ആ മരണപ്പെട്ടു പോയി യുവാവിന് വേണ്ടി അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മൾ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരൻ അബുദാബിയിൽ സുഖമില്ലാതെ ICUവിലാണ്, സംസാരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെ വളരെ ഗുരുതരമായിട്ട് കിടക്കുന്ന പല ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും അള്ളാഹു അവരാഗ്രഹിക്കുക എന്താണോ, ഹൈർ എന്താണോ അതേപോലെ സംഭവിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു യുവാവിന് വേണ്ടി, വടകരയിലുള്ള യുവാവിന് വേണ്ടി ദുആ ചെയ്യുക. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ AC ഹീറ്ററൊക്കെ ഓൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മുഴുവൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങരുത് എന്നുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ജനൽ തുറക്കണം എന്നൊക്കെ പറയണേക്കാം. നമ്മളവിടെ AC ഒന്നും ഇല്ല. നമ്മൾ വല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് ആകെ നമ്മൾ AC ഇരിക്കുന്നത്, അല്ലെങ്കിൽ വല്ലവരും വണ്ടിയിൽ പോകുമ്പോൾ AC ഇരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ പറഞ്ഞ മൊഹീദ്ദീൻമാല ആലാപനം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മുടെ മൊഹീദ്ദീൻമാല ആലാപനത്തിൽ ഒരുപാട് പേര് പങ്കെടുത്തു. അതിൽ ഒരുപാട് സ്ത്രീകൾ വോയിസ് മാത്രം അയച്ച ആളുകളുണ്ട്. ഞങ്ങൾക്ക് വീഡിയോ അയക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് മാത്രം അയച്ച ആളുകൾ നമ്മളതൊക്കെ പരിഗണിച്ചു. ആദ്യം നമ്മൾ പരിഗണിക്കൂല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ നമ്മളതൊക്കെ പരിഗണിച്ചു. അങ്ങനത്തെ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ പിന്നെ ഒരുപാട് ചെറിയ കുട്ടികൾ അയച്ച ആളുകളുണ്ട്, പിന്നെ മത്സരം കഴിഞ്ഞിട്ടും അയച്ച ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഒരാളെ മാത്രമാണ് നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മൾ മത്സരത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മത്സരം കഴിഞ്ഞിട്ടൊരു യുവതി എനിക്ക് അയച്ചു, കണ്ണൂരിൽ നിന്നുള്ള ഒരു പാട്ടുകാരി. അപ്പോൾ ആ പാട്ടുകാരിക്ക് നമ്മുടെ സ്പോൺസർ ചെയ്യുന്നത് ഈ പിസൻ എഡ്യൂക്കേഷൻ ഹബിൻ്റെ ഉടമയായ അബ്ദുൾ റസാഖ് എന്ന പേരിൽ എൻ്റെ സുഹൃത്താണ് ഇതിൻ്റെ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. അദ്ദേഹം അവരുടെ ഒരു മൊഹീദ്ദീൻമാല ആലാപനം 4 or 5 ഈണത്തിൽ അവർ മൊഹീദ്ദീൻമാല ആലപിച്ചിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൗൺസിലിംഗ് സ്ഥാപനത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാനൊരു അവസരം കൊടുത്തിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവരത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു കുട്ടിയോട് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. കാരണം അവരൊക്കെ പോലെയുള്ള നല്ല നല്ല പാട്ടുകാർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം മഅദിൻ അക്കാദമിയിലെ ഒരു കുട്ടി, അദ്ദേഹവും മത്സരം കഴിഞ്ഞിട്ടാണ് പങ്കെടുത്തത്. വളരെ സുന്ദരമായിട്ട് SSFൻ്റെ സാഹിത്യോത്സവത്തിലടക്കം പങ്കെടുത്ത് മൊഹീദ്ദീൻമാല ആലാപനത്തിൽ 1ാം സ്ഥാനമൊക്കെ വാങ്ങുന്ന ഒരാളാണ്. പക്ഷേ നമ്മുടെ മത്സരക്രമം കഴിഞ്ഞിട്ടാണ് പങ്കെടുത്തത് കൊണ്ട് അദ്ദേഹത്തിനും ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു സമ്മാനം, ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ സ്പോൺസർ പറഞ്ഞിട്ടുള്ളത്. കാരണം സ്പോൺസറുടെ ഗുരുനാഥനായ ജബ്ബാർ ഉസ്താദിൻ്റെ മകനാണ് ഈ ഒരു പ്രോത്സാഹന സമ്മാനം നേടിയ ഒരാൾ എന്നുള്ളതൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അന്നത്തെ ആ ഒരു മൊഹീദ്ദീൻമാല ആലാപനം, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഓർക്കുന്നുണ്ടാവും. മൊഹീദ്ദീൻമാല ആലാപനത്തിൽ കുട്ടികളും പലരും നമ്മളെ കളിയാക്കി. മൊഹീദ്ദീൻമാല എന്തിനാണ് നിങ്ങൾ പാടുന്ന പ്രത്യേക പുണ്യമുണ്ടോ? നിങ്ങൾ പുണ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു മത്സരം നന്നായിട്ട് നടന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ വിജയിയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് നമ്മൾ ആ വിജയിക്കാനിടയായ മൊഹീദ്ദീൻമാല ആലാപനം കേൾക്കാം. അതിനു മുൻപ് നമ്മളൊരു പ്രഖ്യാപനം കൂടി നടത്താണ്. ഈ ഒരു വിശുദ്ധ റമദാനിൽ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു
ഒരു 10 മിനിറ്റ് മുൻപാണ് ഈ ഡിസിഷൻ എടുത്തത്. നമുക്കൊരു സ്പോൺസറെ കിട്ടിയത്. ആ സ്പോൺസറെ കിട്ടിയ വെച്ചാൽ നമുക്കൊരു വിശുദ്ധ ഖുർആൻ പാരായണ മത്സരം. വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയൊരു മാസമാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരു പാരായണ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ആയിട്ട് എന്നെ അയക്കണം. നിങ്ങൾ ഒരു 7 ആയത്തെങ്കിലും കുറഞ്ഞത് ഓതണം. ഇപ്പോഴൊന്നും അയക്കണ്ട, ഞാൻ പറയാം. വിശുദ്ധ റമദാൻ ആകുമ്പോഴാണ് ഞാനിതിൻ്റെ പ്രഖ്യാപനം നടത്താണ്. ആ വിശുദ്ധ റമദാൻ്റെ സമയത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണ്. ആ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇൻഷാ അല്ലാഹ് വലിയൊരു സമ്മാനം അതിനുണ്ട്. ഇതിനേക്കാളും നല്ലൊരു സമ്മാനം അതിനുണ്ട്. അപ്പോൾ ഖുർആൻ പാരായണ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം. ചെയ്യേണ്ടത് ഇത്രയാണ്: 7 ആയത്തെങ്കിലും നിങ്ങൾ വിശുദ്ധ ഖുർആൻ നോക്കിയിട്ടോ നോക്കാതെയോ ഓതാം, അതൊന്നും പ്രശ്നമുള്ളതല്ല. പക്ഷേ നമ്മുടെ നല്ല ഈണത്തിലും ശബ്ദ ഭംഗിയിലും തജ്വീദിൻ്റെ നിയമങ്ങളും അനുസരിച്ചിട്ടായിരിക്കണം ഓതേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മുഹീദ്ദീൻ മാലയിൽ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ 4-5 ആളുകളുടെ പാട്ടുകൾ കൊടുത്തിരുന്നെങ്കിൽ ഇതിൽ ഒരു വീഡിയോയിൽ ഒരൊറ്റ ആളുടേത് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. അങ്ങനെ ഏറ്റവും നല്ലതാണ് എന്നുള്ളത് ആളുകളുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചിട്ടാണ്. ആളുകൾ ഏതാണോ കൂടുതൽ നന്നായി എന്ന് പറയുന്നത് അതും കൂടി നമ്മളെ മാർക്കൊരു അടിസ്ഥാനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മത്സരം നിങ്ങൾ കാത്തിരിക്കുക. വിശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. ഇതാ ഷഅബാൻ 15 സമയമായി. കൂട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം തന്നെ അതാണ്. ഈ ഷഅബാൻ 15 നമുക്ക് 3 യാസീൻ ഓതാനുണ്ടല്ലോ, 3 യാസീൻ. ഈ 3 യാസീന് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? ഒന്നാമത്തെ യാസീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഓതുക, രണ്ടാമത്തെ യാസീൻ എന്തിനു വേണ്ടിയിട്ടാണ്, മൂന്നാമത്തെ യാസീൻ, അങ്ങനെ ഓരോ യാസീനും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ആ കമൻറ്റ് വായിച്ചാൽ തന്നെ ഒരു മനസ്സിലാവണം. ഒന്നാമത്തെ യാസീൻ ഇന്നതിന് വേണ്ടി, രണ്ടാമത്തെ യാസീൻ ഇന്നതിന് വേണ്ടി, മൂന്നാമത്തെ യാസീൻ. അതൊന്ന് നിങ്ങൾ അതാണ് ഇന്നത്തെ ഒരു ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാനൊരു പതാക കാണിച്ചിരുന്നു. ആ പതാക പലരും എഴുതിയത് ഈക്ക സംസ്ഥയുടെ പതാകയാണ്. അല്ല, അത് AP സംസ്ഥയുടെ പതാകയാണ് നമ്മൾ കാണിച്ചത്. 2 സംസ്ഥയുടെ പതാക നമ്മൾ ഡിഫറൻ്റ് ഉണ്ട്. ഒന്നിൽ ഒരു മാന്തളർ കളറാണ്, മറ്റൊന്നിൽ റെഡാണ്. ഒന്നിന് പച്ചക്കുബ്ബയാണെങ്കിൽ ഒന്നിന് ബ്ലൂ കുബ്ബയാണ്. ബ്ലൂ കളറിലാണ് കുബ്ബ. ബ്ലൂ കളറിലുള്ള കുബ്ബ EK വിഭാഗത്തിൻ്റെതാണ്, പച്ച കളറിലുള്ള കുബ്ബ AP വിഭാഗത്തിൻ്റെതാണ്. ഇങ്ങനെ ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഖുർആൻ പാരായണ മത്സരം നടത്താനുണ്ട്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പിന്തുണയും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മുഹീദ്ദീൻ മാല ആലാപനത്തിൽ നിങ്ങൾ നൽകിയൊരു പിന്തുണ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. അപ്പോൾ 1ാം സമ്മാനം നമ്മൾ പറയുന്നത് കാസർഗോഡുള്ള +1 പഠിക്കുന്ന മിഥിലാജ് എന്നൊരു 16കാരനാണ് അതിസുന്ദരമായിട്ട് മുഹീദ്ദീൻ മാല ആലപിച്ചത്. ആ ഒരു കുട്ടിയുടെ ആലാപനം അതിഗംഭീരമായിരുന്നു. ഇൻഷാ അല്ലാഹ് അവന് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഏതായിരുന്നു ആ കുട്ടി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ ആലാപനം ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടി ഇവിടെ വെച്ചുതരാം. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമർ ആരം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദാവർ ഗീള ആണവർ എല്ലാ കിളയിലും വങ്കീളയോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ കുത്തുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാബയുമാണോവർ ബാബ മുതുവിന് കുത്തുബായി വന്നോവർ വാനം ആദ്യേഴിലും കേളി നിറഞ്ഞോവർ ഇരുന്ന ഇരുപ്പിന്നേഴ് ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. അപ്പോൾ എങ്ങനെയുണ്ട്? ഈ ഒരു കുട്ടിക്കാണ് ഈ ഒരു മുഹീദ്ദീൻ മാല ആലാപനത്തിൽ 1ാം സമ്മാനം. കാസർഗോഡുള്ള മിഥിലാജ് എന്നുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കുട്ടിക്ക് ഒരു ക്യാഷ് അവാർഡ് നമ്മുടെ സ്പോൺസർ അബ്ദുൾ റസാഖ് സമർപ്പിക്കും. ഇൻഷാ അല്ലാഹ് അവർക്ക് ഗൂഗിൾ പേ ആയിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്യുക. ഈ സമ്മാനം വാങ്ങിയ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരെങ്കിലും ഒരാൾ, ഉമ്മയോ ഉപ്പയോ, എൻ്റെ നമ്പർ എന്ത് ചെയ്യുക, അവർ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അവർക്കതിനുള്ള ക്യാഷ് അവാർഡ് നൽകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളും പരമാവധി റമദാനിലെ ഖുർആൻ പാരായണ മത്സരത്തിൽ പരമാവധി പങ്കെടുക്കുക. ഖുർആനാണ് ഓതി സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും പടച്ച റബ്ബിൽ നിന്നൊരു സമ്മാനം പ്രതിഫലം എന്തായാലും കിട്ടുമല്ലോ. പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ സന്തോഷം എല്ലാവരെയും അറിയിക്കാം. അപ്പോൾ ആ ഒരു 1ാം സമ്മാനം നേടിയ ആൾക്കും അതേപോലെ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു.
അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.